ഇപ്പോൾ ഒരു വാർത്ത മഹാരാഷ്ട്രയിൽ വരുന്നു. മഹാരാഷ്ട്രയിലെ താനെയിൽ 3 പേരെ ഒരു മലയാളി വെടിവെച്ചു. അതിൽ 3 യുവാക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ട്. യുവതിയെ പിന്തുടർന്ന് അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. ഈ പ്രതിയായ ജയൻ ശിവാനന്ദൻ നായർ ഇപ്പോൾ പിടിയിലാണ് എന്ന് ശ്രീനാഥ് ചന്ദ്രൻ പറയുന്നു. ടെലിഫോൺ ലൈനിൽ ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ശരിക്കും ഉണ്ടായത്? SKN മുംബൈക്കടുത്ത് താനെ ജില്ലയിലെ മുംബ്രയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 11 മണിയോടെയാണ് ഈ വെടിവെപ്പ് ഉണ്ടാവുന്നത്. ജയൻ ശിവാനന്ദൻ നായർ എന്ന മലയാളിയാണ് 3 പേർക്ക് നേരെ വെടിയുതിർക്കുന്നത്. അതിൽ ഒരാൾ മരിക്കുകയും മറ്റ് 2 പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലുമാണ്. ജയൻ ശിവാനന്ദൻ നായർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. അല്പസമയം മുമ്പ് മുംബ്രയിലെ സീനിയർ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ഷിൻഡെയുമായി നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ജയൻ ശിവാനന്ദൻ നായർ താമസിക്കുന്ന കെട്ടിടം, അതിന്റെ മുകൾ നിലയിൽ ജയൻ ശിവാനന്ദൻ നായർ താമസിക്കുന്നു. താഴെ ഒരു മുസ്ലിം കുടുംബം താമസിക്കുന്നുണ്ട്, ഒരു യുവതി താമസിക്കുന്നുണ്ട്. ഈ യുവതിയുടെ മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്. പിന്നീട് ഈ യുവതിയെ വളർത്തുന്നതൊക്കെ ജയൻ ശിവാനന്ദൻ നായരുടെ കുടുംബമാണ്. അങ്ങനെ തന്റെ സഹോദരിയായി ജയൻ ശിവാനന്ദൻ കാണുന്ന ഒരാളായിരുന്നു ഈ യുവതി. ഈ യുവതി സമീപത്തെ സ്കൂളിൽ കെയർ ടേക്കറായി ജോലി ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് നടന്ന ഒരു തർക്കം അത് പിന്നീട് തെരുവിലേക്ക് എത്തുകയും യുവതിയെ പിന്തുടർന്ന് ചിലർ ആക്രമിക്കുകയും ചെയ്തു എന്നതാണ് ജയൻ ശിവാനന്ദൻ നായർ പറഞ്ഞത്. പിന്നീട് ഈ തെരുവിലേക്ക്, അവരുടെ വീടിനടുത്തേക്ക് ഈ തർക്കമൊക്കെ എത്തുകയും ചെയ്തു. അങ്ങനെ 3 പേർ അവിടേക്ക് എത്തി. അതിൽ കൊല്ലപ്പെട്ട ആളും അയാളുടെ പിതാവും മറ്റൊരാളുമാണ് എത്തിയത്. അവിടെയാണ് നാടൻ തോക്ക് ഉപയോഗിച്ച് ജയൻ ശിവാനന്ദൻ നായർ ഇവർക്കെതിരെ ആദ്യം തർക്കിച്ചതിന് ശേഷം പിന്നീട് വെടിയുതിർത്തത്. അതിൽ വെടിയേറ്റ 3 പേർ അബ്ദുൾ ഹസൻ ഷെയ്ഖ്, അക്ബർ അബ്ദുൾ ഷെയ്ഖ്, സമീർ അഹമ്മദ് എന്നിവർക്കാണ് വെടിയേറ്റത്. അതിൽ അക്ബർ അബ്ദുൾ ഷെയ്ഖ് 28-കാരനാണ്. അദ്ദേഹം ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവും ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. അങ്ങനെ 2 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നിപ്പോൾ ജയൻ ശിവാനന്ദൻ നായരെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. വർഷങ്ങളായി മുംബൈയിൽ താമസിക്കുന്ന ആളാണ്. ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മുംബൈയിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് കൊൽക്കത്തയിലായിരുന്നു എന്നതാണ് സീനിയർ പോലീസ് ഇൻസ്പെക്ടർ നമ്മളോട് പറഞ്ഞത്. അതായത് കേരളം വിട്ട് താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ആളായിരുന്നു. കൊൽക്കത്തയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് കുട്ടിക്കാലത്ത് മുംബൈയിലേക്ക് വന്നു എന്നതാണ്. വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസമാക്കി കഴിയുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. തോക്ക് ഏതായാലും ലൈസൻസ് ഉള്ളതൊന്നുമല്ല. ഒരു ചന്ദ്രൻ, ശരിക്കും യഥാർത്ഥത്തിൽ യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? തുടക്കത്തിൽ പ്രചരിച്ച വിവരങ്ങൾ അങ്ങനെയായിരുന്നു. യുവതിയെ പിന്തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തി എന്നതായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ പോലീസ് ഇൻസ്പെക്ടറുമായി നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹം ആ ഒരു വാദത്തെ പൂർണ്ണമായി തന്നെ തള്ളുന്നുണ്ട്. ലൈംഗിക അതിക്രമം ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. സ്കൂളിലെ ഈ കെയർടേക്കറായി ജോലി ചെയ്യുന്നു. അവിടെ വാഴ കൃഷിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ചില വാഴ ഒടിഞ്ഞതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കം അത് പിന്നീട് വലിയ തർക്കമായി മാറിയതാണ് എന്നതാണ് പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത്. അങ്ങനെ ആ തർക്കം പുറത്തേക്ക് എത്തുകയും സ്കൂളിലൊരു വിദ്യാർത്ഥിയിൽ തുടങ്ങിയതാണ്. പിന്നീട് അത് പുറത്തേക്ക് എത്തുകയും വീട്ടുകാർ ഏറ്റെടുക്കുകയും ആ തരത്തിൽ അത് വലിയ സംഘർഷത്തിലേക്ക് മാറി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നമുക്ക് നേരിട്ട് അത് സ്ഥിരീകരിച്ച് കിട്ടുന്നുണ്ട്. തുടക്കത്തിൽ വന്ന വിവരങ്ങൾ ഈ സ്ത്രീക്ക് നേരെ ചിലർ പിന്തുടർന്നെത്തി അവരെ കയറി പിടിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയായിരുന്നു തുടക്കത്തിൽ വന്നിരുന്നത്. പക്ഷെ അതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്ന് പോലീസ് നമ്മളോട് സ്ഥിരീകരിച്ച് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കൂളിനകത്ത് തുടങ്ങിയ ഒരു തർക്കം അത് പിന്നീട് വലുതായി അത് തെരുവിലേക്ക് എത്തി. ഇവരുടെ വീടിന് സമീപത്തേക്ക് ആളുകൾ എത്തുകയും അവിടെ നിന്ന് വലിയ തർക്കത്തിലേക്ക് പോവുകയും ഈ നാടൻ തോക്ക് ഉപയോഗിച്ച് ഈ ജയൻ ശിവാനന്ദൻ നായർ എന്ന 51-കാരൻ ഇവർക്കെതിരെ 3 പേർക്കെതിരെ വെടിയുതിർത്തു എന്നതാണ്. തൻ സഹോദരിയെ പോലെ കാണുന്ന ആളാണ്. അവർക്ക് നേരിട്ട അവരുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ഇദ്ദേഹം നേരിട്ട് ഇടപെടുകയും പിന്നീട് അത് വെടിവെപ്പിലേക്ക് കലാശിക്കുകയും ചെയ്തു എന്നതാണ്. ഇപ്പോഴും ജയൻ ശിവാനന്ദൻ നായർ ഇപ്പോൾ മുംബ്ര പോലീസ് സ്റ്റേഷനിലാണ്, സെല്ലിലാണ് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്യും. വെടിയേറ്റ് ഒരാൾ മരിച്ചു, ബാക്കി 2 പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. This is 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.